മിക്ക വിവാഹേതര ബന്ധങ്ങളും ഹോട്ടൽ മുറികളിൽ നിന്നല്ല ആരംഭിക്കുന്നത്. അവർ നിശബ്ദതയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മറുപടി ലഭിക്കാത്ത സന്ദേശങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വൈകാരിക അകലത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എവിടെയോ ഒരാൾ എന്നെ സ്വന്തം പങ്കാളിയേക്കാൾ നന്നായി മനസ്സിലാക്കുന്നു എന്ന തോന്നലിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ അവരെക്കുറിച്ച് ഒരു ജഡ്ജ്മെന്റ് നടത്തുകയല്ല. ഇന്ത്യയിൽ വിവാഹേതര ബന്ധങ്ങൾ എന്തുകൊണ്ട് വർദ്ധിച്ചു വരുന്നുവെന്നും മനഃശാസ്ത്രത്തിനും ആധുനിക ജീവിതത്തിനും ഇതുമായി എന്ത് ബന്ധമുണ്ടെന്നും മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ പരിശോധിക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ, ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിൽ വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് പിന്നിലെ സാമൂഹിക മാറ്റങ്ങൾ, വൈകാരിക വിടവുകൾ, മാനസിക കാരണങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി വൈകാരിക അവഗണന അല്ലെങ്കിൽ നിശബ്ദമായ തുടക്കം. പല ഇന്ത്യൻ വിവാഹങ്ങളും ഇപ്പോഴും കടലാസിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. എന്നാൽ വൈകാരിക ബന്ധത്തിൽ അവ ദുർബലമാണ്. ആധുനിക ജീവിതം തിരക്കേറിയതാണ്. നീണ്ട ജോലി സമയം, കരിയർ സമ്മർദ്ദം, സാമ്പത്തിക സമ്മർദ്ദം, നിരന്തരമായ ഫോൺ ഉപയോഗം, ഇതുകൊണ്ടെല്ലാം സാവധാനം ദമ്പതികൾ ആഴത്തിൽ സംസാരിക്കുന്നത് നിർത്തുന്നു. അവർ പങ്കാളിയെ ശ്രദ്ധിക്കുന്നത് നിർത്തുന്നു. അവർ പരസ്പരം കാണുന്നത് കുറയുന്നു. വൈകാരിക ആവശ്യങ്ങൾ വളരെ കാലം അവഗണിക്കപ്പെടുമ്പോൾ ആളുകൾ എല്ലായ്പ്പോഴും വിവാഹബന്ധം ഉപേക്ഷിക്കുന്നില്ല. അവർ മറ്റാരിൽ നിന്നെങ്കിലും വൈകാരിക ആശ്വാസം തേടുന്നു. മിക്ക അടുപ്പങ്ങളും അല്ലെങ്കിൽ ബന്ധങ്ങളും ആരംഭിക്കുന്നത് ഈ വ്യക്തി എന്നെ ശ്രദ്ധിക്കുന്നു എന്ന ഒരു ലളിതമായ ചിന്തയോടെയാണ്. അതായത് സ്വന്തം പങ്കാളിയേക്കാൾ, നമുക്ക് വേണ്ടപ്പെട്ടവരെക്കാൾ ആ ഒരാൾ എന്നെ നന്നായി ശ്രദ്ധിക്കുന്നു എന്ന തോന്നലിൽ നിന്നാണ്. രണ്ടാമത്തെ കാരണം ജോലിസ്ഥലവും ഡിജിറ്റൽ സാമീപ്യവുമാണ്. ഇന്ന് ആളുകൾ സ്വന്തം പങ്കാളികളോടൊപ്പമുള്ളതിനേക്കാൾ കൂടുതൽ സമയം സഹപ്രവർത്തകരോടൊപ്പമാണ് ചിലവഴിക്കുന്നത്. രാത്രി വൈകിയുള്ള ജോലി സംബന്ധമായ ഫോൺ കോളുകൾ, പരസ്പരം പങ്കിടുന്ന ജോലി സമ്മർദ്ദം, സ്വകാര്യ സംഭാഷണങ്ങൾ, ഇതെല്ലാം അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിലേക്ക് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടെ ചേരുന്നു. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, രഹസ്യ ചാറ്റുകൾ എന്നിവ കൂടുതൽ സൗകര്യമൊരുക്കുന്നു. വൈകാരിക അതിരുകൾ മങ്ങുന്നു. നിരുപദ്രവകരമായ ഒരു സംഭാഷണം വൈകാരിക ആശ്രയത്വമായി മാറുന്നു. വൈകാരിക ആശ്രയത്വം പതുക്കെ ആകർഷണമായി മാറുന്നു. സാങ്കേതിക വിദ്യ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നില്ല, അത് അവർക്ക് ഒളിക്കാൻ എളുപ്പമാക്കുന്നു. അടുത്തതായി മൂന്നാമത്തെ കാരണം, വിവാഹത്തിൽ നിന്നുള്ള പ്രതീക്ഷകൾ മാറിക്കൊണ്ടിരിക്കുന്നു. മുൻ തലമുറകൾ വിവാഹത്തെ കടമയായും ഉത്തരവാദിത്തമായും അതിജീവനമായും കണ്ടിരുന്നു. പക്ഷേ ഇന്ന് വിവാഹം വൈകാരിക പൂർത്തീകരണം, പ്രണയം, അംഗീകാരം, ആവേശം ഇവയൊക്കെ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യാഥാർത്ഥ്യം ഈ പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നിരാശ വളരുന്നു. വിവാഹബന്ധത്തിലെ വിടവ് പരിഹരിക്കുന്നതിനു പകരം പലരും വിവാഹത്തിന് പുറത്ത് പെട്ടെന്ന് വൈകാരിക ബന്ധങ്ങൾ തേടുന്നു. നാലാമത്തെ കാരണം ഇതാണ്: ലൈംഗിക പൊരുത്തക്കേടും തുറന്ന ആശയവിനിമയത്തിൻ്റെ അഭാവവും. ഇന്ത്യയിൽ ശാരീരിക ബന്ധങ്ങളെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ ഇപ്പോഴും അസ്വസ്ഥത ഉളവാക്കുന്നതാണ്. പല ദമ്പതികളും അവരുടെ ആഗ്രഹങ്ങൾ, അതൃപ്തി, വൈകാരിക ആവശ്യങ്ങൾ എന്നിവ ഒരിക്കലും തുറന്നു ചർച്ച ചെയ്യുന്നില്ല. കാലക്രമേണ ഒരു പങ്കാളിക്ക് താൻ നിരസിക്കപ്പെട്ടതായി അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടതായി തോന്നിയേക്കാം. ഒരു ബന്ധം പലപ്പോഴും ലജ്ജയില്ലാത്തതും മുൻവിധിയില്ലാത്തതും
തന്നെക്കുറിച്ച് മാത്രം ശ്രദ്ധയുള്ള ഒരു ഇടമായി അനുഭവപ്പെടുന്നു. എന്നാൽ ആ ആശ്വാസം താൽക്കാലികമാണ്. അഞ്ചാമതായി, പങ്കാളിയുടെ അംഗീകാരം, അഹങ്കാരം എന്നിവയ്ക്ക് പകരം ലഭിക്കൽ. പലർക്കും ബന്ധങ്ങൾ ശാരീരിക ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മാത്രമല്ല. അവർക്ക് ആഗ്രഹങ്ങൾ ആകർഷകമായി തോന്നുന്നു, ആഗ്രഹങ്ങൾ പ്രധാനപ്പെട്ടതായി തോന്നുന്നു, ആഗ്രഹങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നു. പ്രത്യേകിച്ച് മധ്യവയസ്സിൽ ആവേശത്തിന് പകരം ദിനചര്യകൾ വരുമ്പോൾ ബാഹ്യശ്രദ്ധ ശക്തമായി അനുഭവപ്പെടുന്നു. വൈകാരികമായി വിശക്കുന്ന ഒരു ഹൃദയത്തിന് ഒരു ലളിതമായ അഭിനന്ദനം ഓക്സിജൻ പോലെ അനുഭവപ്പെടും. അഥവാ ചുരുക്കത്തിൽ, പങ്കാളിയിൽ നിന്നും മതിയായ അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ പരിഗണന ലഭിച്ചില്ലെങ്കിൽ, അതുപോലെ പങ്കാളിയുടെ അഹങ്കാരം, ഇതെല്ലാം ഒരാളെ നിരാശയിലേക്ക് നയിക്കുമ്പോൾ അയാൾക്ക് മറ്റൊരാളിൽ നിന്നും ലഭിക്കുന്ന ചെറിയൊരു ശ്രദ്ധ അല്ലെങ്കിൽ പരിഗണന ശക്തമായ സ്വാധീനം ചെലുത്തുന്നു. ആറാമതായി, മാധ്യമ സ്വാധീനവും നോർമലൈസേഷനും. സിനിമകളും വെബ് സീരീസുകളും സോഷ്യൽ മീഡിയയും പലപ്പോഴും പ്രണയബന്ധങ്ങൾ വളരെ ആകർഷകമായി തോന്നിക്കുന്നു. അവ ആവേശം കാണിക്കുന്നു, പക്ഷേ അനന്തരഫലങ്ങൾ കാണിക്കുന്നില്ല. ഇത് അപകടകരമായ ഒരു മിഥ്യാധാരണ സൃഷ്ടിക്കുന്നു. പ്രണയബന്ധങ്ങൾ അല്ലെങ്കിൽ വിവാഹേതര ബന്ധങ്ങൾ സാധാരണമാണ്, നിരുപദ്രവകരമാണ്, അല്ലെങ്കിൽ അത് നല്ലതാണ് എന്നൊക്കെ തോന്നിക്കുന്നു. എന്നാൽ യഥാർത്ഥ ജീവിതം വളരെ വ്യത്യസ്തമാണ്. അവസാനമായി പറയട്ടെ, ബന്ധങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കുക എന്നാൽ അവയെ ന്യായീകരിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്. ഇത്തരം ബന്ധങ്ങൾ താൽക്കാലിക സന്തോഷം നൽകിയേക്കാം, എന്നാൽ അവ പലപ്പോഴും ദീർഘകാല നാശത്തിലേക്ക് നയിക്കുന്നു. വിശ്വാസം തകരുന്നു, വൈകാരിക ആഘാതം സംഭവിക്കുന്നു, കുടുംബത്തിൽ അസ്ഥിരത ഉണ്ടാക്കുന്നു, ആഴത്തിലുള്ള ഖേദം ഉണ്ടാക്കുന്നു. മിക്ക ആളുകളും തങ്ങളുടെ വിവാഹബന്ധങ്ങൾ തകർക്കാൻ പദ്ധതിയിടുന്നില്ല. വൈകാരിക വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അവർ ഇത്തരം ബന്ധങ്ങളിൽ എത്തിപ്പെടുന്നു. വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുന്നത് ആളുകൾ മോശക്കാരായതുകൊണ്ടല്ല, പക്ഷേ വൈകാരിക ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുന്നതുകൊണ്ടാണ്. ആശയവിനിമയം ഒഴിവാക്കുന്നു, ബന്ധം തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇതിനുള്ള പരിഹാരം രഹസ്യമല്ല, സത്യസന്ധതയാണ്, സംഭാഷണമാണ്, അതോടൊപ്പം വൈകാരിക ഉത്തരവാദിത്വവുമാണ്. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യുമ്പോഴും ഹൈപ്പ് ചെയ്യാൻ മറക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലർക്കും അത് എന്താണ്, എങ്ങനെയാണ് എന്ന് അറിയില്ല. നിങ്ങൾ ഹൈപ്പ് ചെയ്യുന്നതാണ് ഈ വീഡിയോ പ്രോത്സാഹിപ്പിക്കാനും ഒരുപാട് പേരിലേക്ക് എത്താനുമുള്ള ഏക വഴി. കമൻറ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത് ഒന്ന് നീക്കിയാൽ ഈ ഹൈപ്പ് ബട്ടൺ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കുള്ള സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.